ഹലോ എവ്രിവൺ, വെൽക്കം ടു എസ് കെമിസ്ട്രി. ഇന്ന് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന മൊഡ്യൂളാണ് നോക്കുന്നത്. അതിൽ നമ്മൾ വേബിയിട്ട് തിയറാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വാലൻസ് ബോണ്ട് തിയറിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഒരു ടോപ്പിക് കൂടി നമുക്ക് ബാക്കിയുണ്ട്. ബെൻസ് റൂൾ എന്നാണ് ടോപ്പിക്, അല്ലെങ്കിൽ ആ റൂളാണ് ബെൻസ് റൂൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് കെമിക്കൽ ബോണ്ടിങ്ങിൽ നമ്മുടെ മോളിക്യൂളിന്റെ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റൂളാണ് ബെൻസ് റൂൾ. അതിനൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ബെൻസ് റൂൾ പറയുന്നത്? ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് എക്സ്പ്ലെയിൻസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ the orbital hybridization of central atomic molecule and the electronegativities of substance. അതായത് നമ്മുടെ സെൻട്രൽ ആറ്റം ഉണ്ടല്ലോ, ഒരു മോളിക്യൂളിൽ സെൻട്രൽ ആറ്റം ഉണ്ട്. ആ സെൻട്രൽ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷനും പിന്നെ സബ്സ്റ്റുവൻസിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു സെൻട്രൽ ആറ്റം എന്ന് പറയുമ്പോൾ അതിൽ ഒരേ ടൈപ്പ് ഓഫ് അറ്റാച്ചിങ് ആറ്റംസ് മാത്രമല്ല ഉണ്ടാവുക. ഇപ്പൊ സെൻട്രൽ ആറ്റം എം എന്ന് പറയുന്ന ആറ്റം ഉണ്ട്, അതിൽ 2 തരത്തിലുള്ള ഗ്രൂപ്പോ 3 തരത്തിലുള്ള ഗ്രൂപ്പോ അറ്റാച്ച് ചെയ്യാം. ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ X2, X3, Y3, X2, Y3 എന്നോ, അതായത് ഇപ്പൊ ഒരു PC, ഇപ്പൊ നമുക്കൊരു വേണ്ട എക്സാമ്പിൾ എടുത്ത് ഞാൻ പറയാം കേട്ടോ. അപ്പൊ തൽക്കാലത്തേക്ക് ഇവിടെ എം എന്ന് പറഞ്ഞിട്ടൊരു സെൻട്രൽ ആറ്റം ഉണ്ട്, അതിലേക്ക് 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണ്. കണ്ടോ, എക്സ് ഉണ്ട്, വൈ ഉണ്ട്. ഇതിൽ രണ്ടിനും ഒരേ ഇലക്ട്രോനെഗറ്റിവിറ്റി ആവണമെന്ന് നിർബന്ധമല്ല, ആവില്ല എന്തായാലും അല്ലേ. വേറെ വേറെ ഗ്രൂപ്പ് ആകുമ്പോൾ ഒരേപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആവില്ല. അപ്പൊ ആ കേസിൽ നമ്മൾ എങ്ങനെ ഇവരെ പ്ലേസ് ചെയ്യും, ഏത് പൊസിഷനിലാണ് നമ്മൾ ഈ ഒരു ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ള ഈ ആറ്റംസിനെ എവിടെ പ്ലേസ് ചെയ്യണം, അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ബെൻസ് റൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹൈബ്രിഡൈസേഷനും സെൻട്രൽ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷനും സബ്സ്റ്റുവൻസിന് ഇലക്ട്രോനെഗറ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ബെൻസ് റൂളിൽ പറയുന്നത്. ഇത് സ്റ്റേറ്റ്മെന്റ് കുറച്ച് പെട്ടെന്ന് കാണുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്താൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ജസ്റ്റ് ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം. Benz rule states that the main atom attached to several groups in a molecule. ഇത് മനസ്സിലായില്ലേ? മെയിൻ ആറ്റം ഉണ്ട്, ഒരു മെയിൻ സെൻട്രൽ ആറ്റം നമുക്കുണ്ട്, സെൻട്രൽ ആറ്റം. അതെന്താണ്? അറ്റാച്ച്ഡ് ടു സെവറൽ ഗ്രൂപ്പ്സ് ഇൻ എ മോളിക്യൂൾ. അത് ഒന്നിൽ കൂടുതൽ ഡിഫറെന്റ് ഗ്രൂപ്പുകൾ അറ്റാച്ച്ഡ് ആണ്. ഇപ്പൊ എക്സും വൈ വേറെ വേറെ 2 ഗ്രൂപ്പുകൾ അറ്റാച്ച്ഡ് ആണ്. അതാണ് അറ്റാച്ച്ഡ് ടു സെവറൽ ഗ്രൂപ്പ്സ് ഇൻ മോളിക്യൂൾ. വിൽ ഹൈബ്രിഡൈസ്. അത് ഹൈബ്രിഡൈസേഷൻ എങ്ങനെയായിരിക്കും? സച്ച് ദാറ്റ് ദ അറ്റോമിക് എസ് ക്യാരക്ടർ കോൺസെൻട്രേറ്റ്സ് ഇൻ ഓർബിറ്റൽസ് ഓറിയന്റഡ് ടുവേർഡ് ഇലക്ട്രോപോസിറ്റീവ് ഗ്രൂപ്പ്. അതായത് ഇതിന്റെ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടല്ലോ, ആ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിൽ എസ് ക്യാരക്ടർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? എസ് ക്യാരക്ടർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോ പോസിറ്റീവ് ഗ്രൂപ്പിലേക്ക് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റലുകളിലായിരിക്കും. അതുപോലെ പി ക്യാരക്ടർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഏത് ഓർബിറ്റലിലായിരിക്കും? ഇലക്ട്രോ നെഗറ്റീവ് ഗ്രൂപ്പിലേക്ക് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റലിലായിരിക്കും പി ക്യാരക്ടർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഇത് അത്ര ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അപ്പൊ നമ്മൾ എടുക്കുന്നത് ഹൈബ്രിഡൈസേഷൻ sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ്. D2 sp3d മതി. sp3d ഹൈബ്രിഡൈസേഷൻ ആണ്. ഇതിന്റെ സ്ട്രക്ചർ എന്താണ്? ട്രയാങ്കുലർ പ്ലാനാർ സ്ട്രക്ചർ ഉള്ള മോളിക്യൂൾ ആണ് നമ്മൾ എടുക്കുന്നത്, ട്രയാങ്കുലർ പ്ലാനാർ. ഓക്കെ, നമുക്കറിയാം ഇതിലിപ്പോ എക്സാമ്പിൾ ആണ് എടുക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ്, ഈ മോളിക്യൂൾ തന്നെയാണ്. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള മോളിക്യൂൾ അതുകൊണ്ട് ഇത് എടുക്കുന്നത് കേട്ടോ. PCl3F2 ഇങ്ങനെ മോളിക്യൂൾ. സ്ട്രക്ചർ ട്രയാങ്കുലർ പ്ലാനാർ ആണ്. പിയുടെ ഹൈബ്രിഡൈസേഷൻ എന്താ? sp3d ആണ്. അപ്പോ ഈ പി എന്ന് പറയുമ്പോൾ സെൻട്രൽ ആറ്റ് ആണ്. ട്രയാങ്കുലർ പ്ലാനാറിൽ 3 പൊസിഷൻസ് എന്താണ്? ഇക്വേറ്ററൽ പൊസിഷൻസ് ആണ്. 2 പൊസിഷൻസ് ആക്സിൽ പൊസിഷൻസ് ആണ്. ആക്സിൽ ബോണ്ട് 2 എണ്ണം, ഇക്വേറ്ററൽ ബോണ്ട് 3 എണ്ണം. ഇക്വേറ്ററൽ ബോണ്ട് തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആണ്. ആക്സിൽ ബോണ്ട് ഇക്വേറ്ററൽ ബോണ്ടിന് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇതൊക്കെ നമുക്ക് അറിയുന്നല്ലേ. ഇനി നമുക്ക് ഈ ക്ലോറിനും ഫ്ലൂറിനും എന്ത് ചെയ്യണം? ഈ ഇക്വേറ്ററൽ ബോണ്ടിലും ആക്സിൽ ബോണ്ടിലും ആയിട്ട് പ്ലേസ് ചെയ്യണം ക്ലോറിനും ഫ്ലൂറിനും. ഇത് എവിടെ പ്ലേസ് ചെയ്യും? ഏതൊക്കെ ക്ലോറിനാണ് ഇക്വേറ്റർ, അല്ലെങ്കിൽ ഫ്ലൂറിന് എവിടെയാണ്? ഇക്വേറ്ററിലാണോ ആക്സിലാണോ? ഇത് നമുക്ക് അറിയണ്ടേ, എന്നാലേ പ്ലേസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെൻസ് റൂൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ റൂള് ശ്രദ്ധിച്ചേക്കാം. ഇത് കണ്ടുപിടിക്കണം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യം നമ്മുടെ sp3d എന്ന് പറയുന്ന ഇത് sp3d. ഈ sp3d എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം? നമുക്ക് sp2 എന്നും അതുപോലെ pd ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യാം. ഇതിൽ sp2 എന്ന് പറയുന്നത് എവിടെയായിരിക്കും? sp2 എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ആയിരിക്കും. sp2 ഓർബിറ്റൽ ഇക്വറ്റോറിയലും pd എന്നുള്ളത് ആക്സിയലായിരിക്കും കാണപ്പെടാം. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇക്വറ്റോറിയൽ ആംഗിൾ എത്ര? 120 ഡിഗ്രി. pd ആക്സിയലിന്റെ ആംഗിൾ 90 ഡിഗ്രി. ഇവിടെ നോക്കിയേ, ഈ sp2 എന്ന് പറയുന്നതിൽ s ക്യാരക്ടർ ഉണ്ട്. s ക്യാരക്ടർ എത്ര കിട്ടും? s ക്യാരക്ടർ sp2 അല്ലെ, s ക്യാരക്ടർ എത്ര? 33% ആണ് വരിക. pd s ക്യാരക്ടർ ഉണ്ടോ? ഇല്ല, s ക്യാരക്ടർ ഇല്ല. അവിടെ s ക്യാരക്ടർ 0 ആണെന്ന് പറയാം. ഇത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എസ് ക്യാരക്ടർ എത്രത്തോളം ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് എന്തുകൊണ്ട് ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചാൽ ഇക്വറ്റോറിയലും ആക്സിലും ഉള്ള ബോണ്ട് ആംഗിളിലെ ഡിഫറൻസ് കാരണമാണ് ഇത് വരുന്നത്. നമുക്ക് എസ് ക്യാരക്ടർ കണ്ടുപിടിക്കാനുള്ള ഒരു
ഫോർമുല ഉണ്ട്. ഫോർമുല എന്ന് പറയുന്നത് തീറ്റ is equal to s by s minus 1. ഇങ്ങനെ ഫോർമുല നമുക്കുണ്ട്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ബോണ്ട് ആംഗിൾ ആണ്. ഇക്വേറ്ററിലാകുമ്പോൾ ബോണ്ട് ആംഗിൾ എത്രയാ? 120 ഡിഗ്രിയാ. അവിടെ cos theta is equal to s by s minus 1. അപ്പോൾ cos 120 is equal to s by s minus 1. cos 120 എത്ര വാല്യൂ? മൈനസ് 1/2 is equal to s by s minus 1. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എസ് നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ 33% കിട്ടും. ഓക്കെ, അതേപോലെ നമ്മൾ ആക്സിൽ ആകുമ്പോൾ cos 90 കൊടുക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് sp3d എന്ന് പറയുന്ന ഓർബിറ്റൽ ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് നിൽക്കുന്നത് മനസ്സിലായില്ല. അപ്പൊ ഇക്വേറ്ററിൽ കാണപ്പെടുക ഏതായിരിക്കും? sp2 ആയിരിക്കും. അവിടെ s ക്യാരക്ടർ ഉണ്ടാകും. ആക്സിൽ ആകുമ്പോൾ pd ആയിരിക്കും ഉണ്ടാവുക. pd ഓർബിറ്റൽ അവിടെ s ക്യാരക്ടർ 0 ആയിരിക്കും. ഇത്രയും ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമ്മുടെ മോളിക്യൂള് p മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. മറ്റത് എങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്യണം നമ്മൾ പഠിക്കാൻ പോകണത്. ഓക്കെ, ഇങ്ങനെ എഴുതി. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടെയൊക്കെ pd അല്ലേ? pd ആണ്. ഇവിടെയോ? ഇവിടെ sp2 ഇങ്ങനെയാണ് ഇപ്പൊ സംഭവം. ഇനി നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്ന നോക്കിയേ. ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? അറ്റോമിക് എസ് ക്യാരക്ടർ കോൺസെൻട്രേറ്റ് ഇൻ ഓർബിറ്റൽസ് ഓറിയന്റഡ് ടുവേർഡ് ഇലക്ട്രോപോസിറ്റീവ് ഗ്രൂപ്പ്. അറ്റോമിക് എസ് ക്യാരക്ടർ കോൺസെൻട്രേറ്റ് ഇൻ ഓർബിറ്റൽ പറയുമ്പോൾ അവിടെ ഏത് ഓർബിറ്റലാണ് അപ്പൊ കിട്ടിയത്? sp2 ആണ് ഉദ്ദേശിക്കുന്നത്. ആ sp2 എവിടെയാണ് ഓറിയന്റ് ചെയ്യുന്നത്? ഇലക്ട്രോപോസിറ്റീവ് ഗ്രൂപ്പിലേക്ക് ഓറിയന്റ് ചെയ്യണം. അതായത് അർത്ഥം എന്താ? എവിടെ sp2 ഉള്ളത്? sp2 ഉള്ളത് ഇക്വേറ്ററിലാണ്. അത് എങ്ങോട്ട് ഓറിയന്റ് ചെയ്യണം എന്നാ പറഞ്ഞത്? ഇലക്ട്രോ പോസിറ്റീവ് ഗ്രൂപ്പിലേക്ക് ഓറിയന്റ് ചെയ്യണം. അതായത് ഇവിടെ വരേണ്ടത് എന്താണ്? ഇലക്ട്രോ പോസിറ്റീവ് ഗ്രൂപ്പ്. ഇലക്ട്രോ പോസിറ്റീവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ പോസിറ്റീവ് അല്ലെങ്കിൽ ലെസ് ഇലക്ട്രോ നെഗറ്റീവ് എന്നും പറയാം അല്ലെ? തമ്മിൽ ഏതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവുള്ളത്? ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ഗ്രൂപ്പ് ആണ് എവിടെ നിൽക്കേണ്ടത്? ഈ പറഞ്ഞ ഇക്വേറ്ററിൽ നിൽക്കേണ്ടത്. ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആണ് ഇവിടെ ഉണ്ടാവുക, ഇക്വേറ്ററിൽ ഉണ്ടാവുക. അതിലെ റൂൾ പറയുന്നത് ലെസ് ഇലക്ട്രോ നെഗറ്റീവ്. ഓക്കെ, ഈ sp2 ഇവിടെ നിൽക്കാനല്ല, ഇവിടെ ഉണ്ടോ? അതായത് ഇക്വേറ്ററിലായിരിക്കും sp2ന്റെ ഓർബിറ്റൽ പറയുന്ന ഇക്വേറ്ററിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് ഓറിയന്റ് ചെയ്യുന്നത് s ക്യാരക്ടർ ഉള്ള ഓർബിറ്റൽ ഓറിയന്റ് ചെയ്യേണ്ടത് ഇലക്ട്രോ പോസിറ്റീവ് ആറ്റത്തിലേക്കാണ് എന്നാണ് നമ്മുടെ ബെൻസ് റൂൾ പറയുന്നത്. കണ്ടോ? അറ്റോമിക് എസ് ക്യാരക്ടർ കോൺസെൻട്രേറ്റ്സ് ഇൻ ഓർബിറ്റൽസ് ഓറിയന്റഡ് ടുവേർഡ് ഇലക്ട്രോ പോസിറ്റീവ് ഗ്രൂപ്പ്. അതിനർത്ഥം അറ്റോമിക് എസ് ക്യാരക്ടറിലുള്ള ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sp2 എങ്ങോട്ടാണ് ഓറിയന്റ് ചെയ്യേണ്ടത്? ഇലക്ട്രോ പോസിറ്റീവ് ഗ്രൂപ്പ്. അതായത് ഈ sp2 ഓർബിറ്റൽ എവിടെയാണ്? ഇക്വേറ്ററിലാണ്. അപ്പോൾ ഇക്വേറ്ററിൽ പൊസിഷനിൽ എന്ത് വരണം? ഇലക്ട്രോ പോസിറ്റീവ് ഗ്രൂപ്പ് വരണം എന്നാണ് അർത്ഥം. അപ്പൊ ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ എവിടെ വരും? ഇക്വേറ്ററിൽ വരും. ഇനി ഇവിടെയോ? pd ഉള്ള അവിടെ എന്താണ്? നേരത്തെ ആക്സിയൽ ആണല്ലേ? pd ആക്സിയൽ ആണ്. കണ്ടോ? അറ്റോമിക് p ക്യാരക്ടർ കോൺസെൻട്രേറ്റ്സ് ഇൻ ഓർബിറ്റൽസ് ഓറിയന്റഡ് ടുവേർഡ് ഇലക്ട്രോ നെഗറ്റീവ് ഗ്രൂപ്പ്. അതായത് അറ്റോമിക് p ക്യാരക്ടർ വരുമ്പോൾ ഇവിടെ pd ഓർബിറ്റൽ ആണ് വരുന്നത്. ആ pd ഓർബിറ്റൽ എവിടെ വേണ്ടത്? ഓറിയന്റഡ് ടുവേർഡ് ഇലക്ട്രോ നെഗറ്റീവ് ഗ്രൂപ്പ്. അതായത് ഇലക്ട്രോ നെഗറ്റീവ് ഗ്രൂപ്പ് ആണ് എവിടെ വരേണ്ടത്? ഇവിടെ വരേണ്ടത്. ആക്സിയൽ പൊസിഷനിൽ എന്ത് വരണം? ഇലക്ട്രോ നെഗറ്റീവ് ഗ്രൂപ്പ് വരണം. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ ഇവിടെ ഇത് വന്നാൽ എന്താവുള്ളൂ? ഇത് സ്റ്റെബിലൈസ്ഡ് ആവുള്ളൂ മോളിക്യൂൾ ഇങ്ങനെ വന്നാൽ. ബിക്കോസ് ഈ എസ് ക്യാരക്ടർ 0 ന്റെ അർത്ഥം എന്താ? വളരെ ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആണ് മൊത്തത്തിലെ ഓർബിറ്റൽ അല്ലെ? അതായത് പെർസെന്റേജ് എസ് ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തിനും കൂടി ഉള്ളൊരു ഇതാണ്, പ്രൂഫാണ്. പ്രൂഫ് എന്ന് വെച്ചാൽ പെർസെന്റേജ് എസ് ക്യാരക്ടർ കൂടുമ്പോൾ അവിടെ കൂടുന്ന എന്താ? ഇലക്ട്രോ നെഗറ്റിവിറ്റി. നമുക്കറിയാം എസ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും, അത്രത്തോളം ആ ഓർബിറ്റൽസ് ന്യൂക്ലിയസിനോട് ക്ലോസ് ആവും ചെയ്യും. എസിന്റെ പ്രത്യേകതയാണത് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇവിടെ എന്ത് ചെയ്യണം? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ള ആറ്റം വന്നു കഴിഞ്ഞാലേ എന്താവുള്ളൂ? ഇവിടെ സ്റ്റെബിലൈസ്ഡ് ആവുള്ളൂ. ഈ പി കണ്ടോ? നമ്മളെ ആറ്റം സെൻട്രൽ ആറ്റം ആയിട്ട് മാക്സിമം ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ള നല്ല ഇലക്ട്രോ നെഗറ്റീവ് ഉള്ള ആറ്റം എന്ത് ചെയ്യണം? ഇവിടെ വരണം, ഈ ആക്സിയൽ പൊസിഷനിൽ വരണം. എന്നാൽ കാരണം അവിടെ പെർസെന്റേജ് എസ് എന്താണ്? എസ് 0 ആയത് കാരണം. ഓക്കെ, എന്നാൽ ഇത് സ്റ്റെബിലൈസ്ഡ് ആവുള്ളൂ. ഇവിടെ വരേണ്ടത് ഇക്വേറ്ററിൽ വരേണ്ടത് എന്താണ്? ഇക്വേറ്ററിൽ ഓൾറെഡി എന്താണ്? sp2 ആണ്. അതുകൊണ്ട് അവിടെ എസ് ക്യാരക്ടർ ഉണ്ട്, ഒരു വാല്യൂ ഉണ്ട് എസ് ക്യാരക്ടർ. അപ്പോൾ അവിടെ വരേണ്ടത് ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ആണ്. ക്ലിയർ അല്ല? ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു correct about the structure of PCl3F2 അല്ലെ? നമുക്ക് കിട്ടി PCl3F2 sp3d ഹൈബ്രിഡൈസേഷൻ ആണ്. അവിടെ ഫ്ലൂറിൻ ആറ്റംസ് എന്താണ് ഒക്യുപ്പൈ ചെയ്യേണ്ടതാണ് ചോദ്യം. ഫ്ലൂറിൻ ആറ്റംസ് പ്ലാനാർ പൊസിഷൻ ആണോ? പ്ലാനാർ പറഞ്ഞാൽ എന്താ അർത്ഥം? ഇക്വേറ്ററിൽ ആട്ടോ. ഇക്വേറ്റർ പ്ലെയിൻ അല്ലേ? ഇക്വേറ്ററിൽ ആണ് പ്ലാനാർ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്ലാനാർ തന്നെ ഇക്വേറ്ററിൽ. പിന്നെ ആക്സിയൽ ആണോ? അതോ ഒന്ന് ആക്സിയലും ഒരു ഫ്ലൂറും പ്ലാനാറോ അങ്ങനെയാണോ? ഇപ്പൊ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കിട്ടി? ഇപ്പൊ എത്ര നോക്കാനുള്ളൂ? എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആറ്റം എവിടെ? ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആറ്റംസ് രണ്ടെണ്ണം. എത്ര ഉണ്ടോ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആറ്റംസ് രണ്ടെണ്ണം എവിടെ ഒക്യുപ്പൈ ചെയ്യുള്ളൂ? അത് ഒക്യുപ്പൈ ചെയ്യുന്നത് ആക്സിയൽ പൊസിഷൻ ആയിരിക്കും. പിന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ള ആറ്റം ഒക്യുപ്പൈ ചെയ്യുന്നത് എവിടെയായിരിക്കും? ഈ പറഞ്ഞ ഇക്വേറ്റർ അല്ലെങ്കിൽ പ്ലാനാറിലായിരിക്കും അവരുണ്ടാവുക. അപ്പൊ ഇവിടെ ഫ്ലൂറിൻ ആണ് ക്ലോറിനെക്കാട്ടും എന്ത്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ ഇസ് ഗ്രേറ്റർ ദാൻ ക്ലോറിൻ അല്ലേ? അതുകൊണ്ട് എങ്ങനെ ഒക്യുപ്പൈ ചെയ്യും? പി ഇവിടെ ഉണ്ടാവും, ഇവിടെ രണ്ടിടത്തും ഫ്ലൂറിൻ. ബാക്കി 3 പ്ലാനാർ പൊസിഷൻസ് അല്ലെങ്കിൽ ഇക്വേറ്റർ പൊസിഷൻസ് ക്ലോറിൻ ഒക്യുപ്പൈ ചെയ്യും. എളുപ്പമല്ലേ? ഇങ്ങനെയാണ് എന്ത് ചെയ്യാം? ബെൻസ് റൂൾ വെച്ചിട്ട് നമ്മൾ
ഇത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് കുറച്ച് എന്താണ് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നമുക്ക് ഈ സംഭവം മനസ്സിലായി കഴിഞ്ഞാൽ അപ്പൊ ആദ്യം എന്തൊക്കെ ചെയ്തു നമ്മള് sp3 രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു, sp2 pd ആക്കി. അപ്പൊ sp2 എന്ന് പറയുന്നത് sp2 ബോണ്ട് ആംഗിൾ ഡിഫറൻസ് കാരണം cos 120 എടുത്തു, cos 90 നമ്മൾ എടുക്കുമല്ലോ. ഇവിടെ എന്ത് ചെയ്യും, cos 90 എടുക്കാം കേട്ടോ. cos 90 എടുക്കുമ്പോൾ അത് 0 കിട്ടുമല്ലോ, അത് ഞാൻ നേരത്തെ പറഞ്ഞ തോന്നുന്നു അല്ലേ. ഓക്കെ, cos 90 0 കിട്ടും. അതുകൊണ്ടാണ് ആക്സിൽ എന്തുള്ളത് 0 ആയിട്ട് വരുന്നത് ഇവിടുത്തെ എസ് ക്യാരക്ടർ. ഓക്കെ, അപ്പൊ എസ് 0 കിട്ടും. cos 90 0 ആണെങ്കിൽ ഫോർമുല പ്രകാരം എസ് 0 അല്ലേ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 0 ആണ് വരാം. അപ്പൊ അതുകൊണ്ടാണ് ഈ രണ്ടായിട്ട് നിൽക്കാൻ കാരണം, ഇങ്ങനെ ഈ ഒരു ബോണ്ട് ആംഗിൾ ഡിഫറൻസ് കാരണം. അപ്പൊ sp2 ഇക്വട്ടോറിയലും pd ആക്സിലും. അങ്ങനെ ഇക്വട്ടോറിയൽ പൊസിഷനിൽ എന്താണ്, ഇക്വട്ടോറിയൽ പൊസിഷനിൽ എസ് ക്യാരക്ടർ നല്ലോണം ഉണ്ട്. അപ്പൊ അവിടെ ഉണ്ടാവേണ്ടത് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ആയിരിക്കും, ഗ്രൂപ്പ് ആയിരിക്കും. ആക്സിൽ പൊസിഷനിൽ എന്താണ്, ഇവിടെ എസ് ക്യാരക്ടർ 0 ആണ്. അപ്പൊ അവിടെ മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക, നമ്മൾ ആക്സിൽ പൊസിഷനിൽ ഉണ്ടാവും. ശരിക്കും ക്വസ്റ്റ്യൻ നമുക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. എന്നാലും വരുന്നത് ഈ സംഭവമൊക്കെ വരുന്നത് ഈ ബെൻസ് റൂൾ എന്നാണ് ഓർത്ത് വയ്ക്കാം. അത്ര മതി. ക്ലിയർ ആയില്ലേ? ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് കേട്ടോ. ബെൻസ് റൂൾ, ഇതിന്റെ കൺസെപ്റ്റ് എന്താണ്, ബെൻസ് റൂൾ ആണ്. ഓക്കെ, ഇങ്ങനെ ഏത് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും.